നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി എടുത്താലോ. ഇതിലേക്ക് കുറച്ച് വാളമ്പുളി വെള്ളത്തിലിട്ടാക്കാം. സ്റ്റവ് കത്തിച്ചിട്ട് കുക്കർ വെച്ച് കൊടുക്കാം. ഒരു 200 ഗ്രാം തൂരപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പകുതി സവാള അരിഞ്ഞത്, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. അത് ചേർത്ത് 4 വിസിൽ അടുപ്പിച്ചെടുക്കാം. 4 വിസിൽ അടുപ്പിച്ചെടുത്തു. ഈ പുള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തോളി. ഇതിലേക്ക് ചേന അരിഞ്ഞത്, കുമ്പളങ്ങ കഷ്ണങ്ങൾ, കായ അരിഞ്ഞത്, ചേന കഷ്ണങ്ങൾ, വഴുതനങ്ങ അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, കോവക്ക അരിഞ്ഞത്, പയറരിഞ്ഞത്, ഒഴിച്ചുകൂടാൻ പറ്റാത്ത മുരിങ്ങാക്കായ്, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി ആയിട്ടൊന്ന് മിക്സ് ആക്കുക. കുക്കർ അടച്ചു വെക്കാതെ 20 മിനിറ്റ് തിളപ്പിച്ചെടുത്തോളി. അപ്പോൾ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, ഇത് പിഴിഞ്ഞെടുത്ത വെള്ളം, കുറച്ച് മല്ലിയില വടട്ടിട്ട് ഒരു 3 മിനിറ്റ് കൂടി തിളപ്പിച്ചെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 4 വെണ്ടക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തോളി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തോളി. വീണ്ടും പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 1 ടീസ്പൂൺ കടുക്, 3 വറ്റമുളക്, 1 തണ്ട് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, സാമ്പാർ പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കായപ്പൊടി അത് ചേർത്ത് വഴറ്റിയെടുത്തിട്ട് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അടിപൊളി സാമ്പാർ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.